പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന് തുടങ്ങും. മിക്കവാറും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ പാപ്പ വരുമെന്ന് പ്രഖ്യാപനം വരുന്നു. അന്നു മുതൽ സീറോ മലബാർ സഭ ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധം തുടങ്ങാൻ വിവിധ സഭാ അനുകൂല സംഘടനകളും ഗ്രൂപ്പുകളും തയ്യാറാകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ആഗോള കത്തോലിക്ക സഭയിലെ 23 വ്യക്തിഗത സഭകളിൽ വിശ്വാസികളുടെ എണ്ണം കൊണ്ട് 2ാം സ്ഥാനത്തുള്ള സീറോ മലബാർ സഭയിലെ പ്രശ്നം ആര് സഭാ തലവനായാലും അവർക്ക് അറിയാവുന്നതായിരിക്കും. എന്നാൽ വിഷയം പരിഹരിക്കാൻ വത്തിക്കാൻ വളരെ പെട്ടെന്ന് ഇടപെടൽ നടത്താൻ ഇത് ഉപകരിക്കും. ഇപ്പോഴത്തെ സഭാ തലവൻ മാർത്തട്ടിൽ പിതാവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വാസികൾക്ക് മാത്രമല്ല തെരഞ്ഞെടുത്ത മെത്രാന്മാർക്ക് പോലും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം ഒരു നിസ്സഹായനാണ്. എന്നാൽ എറണാകുളം വിഷയത്തിൽ ഉൾപ്പെടെ മാർപ്പാമ്പ്ലാനി വിഭാഗമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്നാൽ സഭയുടെ രാഷ്ട്രീയ നിലപാട് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പല നിലപാടുകളെയും പാലാ ചങ്ങനാശ്ശേരി മെത്രാന്മാർ ഉൾപ്പെടെ പല സീനിയർ മെത്രാന്മാരും പരസ്യമായി തള്ളിപ്പറഞ്ഞത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മെത്രാൻ സമിതിയിൽ ഇനിയും വിശ്വാസികൾക്ക് പ്രതീക്ഷയുണ്ട്. എങ്കിൽ എങ്ങനെ ഇത്രയും കഴിവുകെട്ട തലവനെയും സഭയെ വിമതർക്കൊപ്പവും ബാഹ്യ വിഭാഗങ്ങളുമായി ബന്ധമുള്ള മാർപ്പാമ്പ്ലാനിക്ക് മുന്നിൽ വഴങ്ങുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഇനിയും സഭയോട് വിശ്വാസികളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ള മെത്രാന്മാർ ഉണ്ടെങ്കിൽ അവർ മൗനം വെടിയുക തന്നെ വേണം. ഇവിടെ പ്രധാന പ്രശ്നം സഭാ അനുകൂല സംഘടനകൾ ഒറ്റയ്ക്കും ഒരുമിച്ചും പല പരിപാടികളും നടത്തി. പക്ഷെ അതെല്ലാം എത്രത്തോളം വിജയിച്ചു എന്നത് അവരവർ തന്നെ ചിന്തിക്കുക. ഇനിയെങ്കിലും വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി സംഘടനാ സംവിധാനം എന്നുള്ള നിലയിൽ ആ ബോധത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കും ഒരുമിച്ച് നടത്തിയ പരിപാടികൾക്ക് 10ഉം 15ഉം പേരും 55ഉം പേരുമായിട്ടാണ് നടത്തിയത്. സഭ അനുകൂല സംഘടനകളിലെ നേതൃത്വ നിരയിലുള്ള ചുരുക്കം ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് പലരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാണ്. അതെല്ലാം മാറ്റിവെച്ച് എന്താണോ ആവശ്യം അല്ലെങ്കിൽ എന്താണോ ലക്ഷ്യം അതിന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഇനിയും ശ്രമമെങ്കിൽ പാമ്പ്ലാനി സമവായം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന എന്നത് വൈകാതെ നടപ്പിലാകും. അതും എല്ലായിടത്തും തുടർച്ചയായി ഉണ്ടാകണമെന്നുമില്ല. എന്ത് വേണമെന്ന് ആലോചിച്ച് തന്നെ തീരുമാനിക്കുക.